നമസ്കാരം. ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ രണ്ടാം പാർട്ടിലേക്ക് സ്വാഗതം. ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ദയവായി ആദ്യത്തെ ഭാഗം കാണുക. അതിൽ നമ്മൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ അഥവാ കൂറുമാറ്റ നിരോധന നിയമം എന്താണ് എന്നും ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്താണ് എന്നുമൊക്കെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ രണ്ടാം പാർട്ടിലൂടെ അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻറ്റി ഡിഫെക്ഷൻ്റെ രണ്ടാം പാർട്ടിലേക്ക് കടക്കാം. ഡിസൈഡിംഗ് അതോറിറ്റി. നമ്മളിപ്പോൾ ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ വ്യവസ്ഥകളും എക്സെപ്ഷൻസും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഈ നിയമം അപ്ലൈ ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ നിയമം നടപ്പിലാക്കുവാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് നോക്കാം. Any question regarding disqualification arising out of defection is to be decided by the presiding officer of the house. നമുക്കറിയാം, സംസ്ഥാന നിയമസഭകൾ അതോടൊപ്പം പാർലമെൻറ്റ് എന്നിവയിലാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ ബാധകമാക്കുന്നത്. ഈ സഭകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കായിരിക്കും ഈ നിയമം നടപ്പിലാക്കുവാനുള്ള അധികാരം ഉള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സംസ്ഥാന നിയമസഭകൾ എടുത്താൽ സ്പീക്കർക്കായിരിക്കും ഈ നിയമം നടപ്പിലാക്കുവാനുള്ള അധികാരം ഉള്ളത്. ഇനി പാർലമെൻറ്റിലെ സഭകൾ എടുക്കുകയാണെങ്കിൽ ആ സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, ലോക്സഭയാണെങ്കിൽ സ്പീക്കർ, രാജ്യസഭയാണെങ്കിൽ ചെയർമാൻ, ഇങ്ങനെ സഭകളുടെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനായിരിക്കും ഈ നിയമം നടപ്പിലാക്കുവാനുള്ള അതോറിറ്റി ഉള്ളത്. ഒറിജിനലി ദ ആക്ട് പ്രൊവൈഡഡ് ദാറ്റ് ദ ഡിസിഷൻ ഓഫ് ദി പ്രിസൈഡിംഗ് ഓഫീസർ ഈസ് ഫൈനൽ ആൻഡ് കനോട്ട് ബി ക്വസ്റ്റ്യൻഡ് ഇൻ എനി കോർട്ട്. ഹൗവർ, in Quijotto-Holohan case 1993, the Supreme Court declared this provision as unconstitutional on the ground that it seeks to take away the jurisdiction of the Supreme Court and the High Courts. ശരിക്കുള്ള നിയമത്തിൽ ഈ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ തീരുമാനങ്ങൾ അന്തിമമായിരുന്നു. അതായത് കോടതികൾക്ക് പോലും പിന്നെ ആ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യുവാനുള്ള അധികാരം ഇല്ലായിരുന്നു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഒരു തീരുമാനം എടുത്താൽ അത് അന്തിമമായിരുന്നു. എന്നാൽ ഇത് പിന്നീട് 1993 ക്വിജോട്ടോ-ഹൊളോഹൺ കേസിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ സുപ്രീം കോടതി പ്രിസൈഡിംഗ് ഓഫീസേഴ്സിൻ്റെ തീരുമാനം അന്തിമമാണ് എന്നുള്ള വ്യവസ്ഥ റദ്ദാക്കി. നമുക്കറിയാം, ജുഡീഷ്യൽ റിവ്യൂ എന്നൊക്കെ പറയുന്നത് ഒരു ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. കേശവാനന്ദ ഭാരതി കേസിലെല്ലാം ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ വ്യവസ്ഥ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും ജുഡീഷ്യൽ റിവ്യൂ എന്ന പവർ എടുത്തു കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് സുപ്രീം കോടതി ഈ വ്യവസ്ഥ ഇല്ലാതാക്കുകയും അങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിൻ്റെ തീരുമാനം കോടതികളിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യാം. It held that the presiding officer, while deciding a question under the 10th schedule, function as a tribunal. Hence, his decision, like that of any other tribunal, is subject to judicial review on the grounds of malafide, perversity, etc. കോടതി ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ നിയമപ്രകാരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഒരു ട്രൈബ്യൂണൽ പോലെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായും ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും ഇതിൽ ഇടപെടുവാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ നിയമം നടപ്പിലാക്കുവാനുള്ള ബാധ്യത പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനാണ് ഉള്ളത്. അവരും എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്യാം. റൂൾ മേക്കിംഗ് പവർ. ഇനി ഈ നിയമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റൂൾസ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അധികാരം ആർക്കാണ് എന്ന് നോക്കാം. ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് എ ഹൗസ് is empowered to make rules to give effect to the provisions of the 10th schedule. All such rules must be placed before the House for 30 days. According to the rules made so, the presiding officer can take up a defection case only when he receives a complaint from a member of the House. 10th schedule പ്രകാരം കൂറുമാറ്റ നിരോധന നിയമത്തിനാവശ്യമായ റൂൾസ് പ്രിപ്പയർ ചെയ്യാനുള്ള പവറും പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന് തന്നെയായിരിക്കും ഉള്ളത്. നമ്മുടെ സംസ്ഥാന നിയമസഭകളൊക്കെ നോക്കുകയാണെങ്കിൽ സ്പീക്കർമാർ തന്നെയാണ് റൂൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ ഈ നിയമം നടപ്പിലാക്കാൻ ആവശ്യമായ റൂൾസ് രൂപപ്പെടുത്തി കഴിഞ്ഞ്
അത് 30 ദിവസം സഭയിൽ വെക്കണം. ഈ കാലയളവിനുള്ളിൽ ആവശ്യമായ മാറ്റങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഈ റൂൾസിനെ പറ്റി സമർപ്പിക്കുവാൻ സാധിക്കും. അതിനുശേഷം മാത്രമേ ഈ റൂൾസ് നടപ്പിൽ വരുത്തുവാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രിസൈഡിംഗ് ഓഫീസർക്ക് സഭയിലെ ഏതെങ്കിലും ഒരു അംഗത്തിനെതിരെ ഡിഫെക്ഷൻ കേസ് എടുക്കണമെങ്കിൽ മറ്റൊരു സഭാംഗം തന്നെ കംപ്ലൈൻറ്റ് ചെയ്താലേ പറ്റൂ. അല്ലാതെ സ്വയമേ കേസെടുക്കുവാൻ സാധിക്കില്ല. അതായത് കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ഡിഫെക്ഷൻ കേസ് പ്രിസൈഡിംഗ് ഓഫീസറിന് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതും സഭയിലെ മെമ്പർ തന്നെ കേസ് കൊടുക്കുകയും വേണം. ബിഫോർ ടേക്കിംഗ് ദ ഫൈനൽ ഡിസിഷൻ, he must give the member against whom the complaint has been made a chance to submit his explanation. He may also refer the matter to the Committee of Privileges for inquiry. Hence, defection has no immediate and automatic effect. ഡിഫെക്ഷൻ കേസിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ആർക്കെതിരെയാണോ കേസുള്ളത് അദ്ദേഹത്തിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുവാനുള്ള അവസരം കൊടുത്തിരിക്കണം. ആവശ്യമെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറിന് പ്രിവിലേജ് കമ്മിറ്റിയോട് ഒരു എൻക്വയറി നടത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അതായത് ഇത്തരം പ്രൊസീജിയറുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫൈനൽ ഡിസിഷൻ എടുക്കാവൂ. അല്ലാതെ ഡിഫെക്ഷൻ കേസ് വന്ന ഉടനെ അംഗത്തെ അയോഗ്യനാക്കുവാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഈ നിയമത്തെ ഒന്ന് ഇവാലുവേഷൻ ചെയ്ത് നോക്കാം. അതായത് ഈ നിയമം കൊണ്ട് സത്യത്തിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ടോ അതോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നൊക്കെ. ഇവാലുവേഷൻ ഓഫ് ദ ആക്ട്. ഇനി നമുക്ക് ഈ കൂറുമാറ്റ നിരോധന നിയമത്തെ ഒന്ന് വിലയിരുത്താം. The 10th schedule of the Constitution is designed to prevent the evil or mischief of political defections motivated by the lure of office or material benefits or other similar considerations. Rajiv Gandhi, the then Prime Minister, described it as the first step towards cleaning up public life. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കൂറുമാറ്റത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു 10th ഷെഡ്യൂളിൻ്റെ പ്രഥമ കർത്തവ്യം. അതായത് എന്തെങ്കിലും സ്ഥാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പണം അതുപോലെയുള്ള എന്തെങ്കിലും ബെനിഫിറ്റിനു വേണ്ടി കൂറുമാറുന്നത് തടയുക എന്നതായിരുന്നു ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇതിനെക്കുറിച്ച് പറഞ്ഞത് പൊതുജീവിതം ശുദ്ധമാക്കുവാനുള്ള ആദ്യത്തെ നടപടി എന്നാണ്. അതായത് ഇത്തരം കൂറുമാറ്റങ്ങൾ ഇല്ലാതാക്കി രാഷ്ട്രീയം അല്പം കൂടെ ശുദ്ധമാക്കുക എന്നതായിരുന്നു ഈ നിയമത്തിൻ്റെ ഉദ്ദേശം. അഡ്വാൻറ്റേജസ്. ഈ നിയമം മൂലം ഉണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. എ. It provides for greater stability in the body politic by checking the propensity of legislatures to change parties. രാഷ്ട്രീയത്തിന് അല്പം കൂടെ സ്ഥിരത കൈവരുത്തുവാൻ ഈ നിയമം മൂലം സാധിച്ചു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരും MP മാരുമൊക്കെ കൂറുമാറുന്നത് ഒഴിവാക്കുവാൻ ഈ നിയമം മൂലം സഹായിച്ചു. ബി. It facilitates democratic realignment of parties in the legislature by way of merger of parties. വ്യക്തിഗതമായി പാർട്ടി മാറുന്നതിനെ എതിർക്കുന്നുണ്ട് എങ്കിലും രണ്ട് പാർട്ടികൾ തമ്മിൽ മെർജ് ചെയ്യുന്നതിന് ഈ നിയമം ഒരു തടസ്സമല്ല. അതായത് ജനാധിപത്യപരമായ രീതിയിലുള്ള പാർട്ടികളുടെ കൂടിച്ചേരലിന് ഈ നിയമം ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നില്ല. അതും ഒരു അഡ്വാൻറ്റേജാണ്. സി. It reduces corruption at the political level as well as non-developmental expenditure incurred on irregular elections. ഈ പണവും സ്ഥാനമാനങ്ങളും ഓഫർ ചെയ്തുകൊണ്ട് വ്യക്തികളെ പാർട്ടി മാറ്റുന്ന പരിപാടി ഇതോടുകൂടി നിർത്തലാക്കുവാൻ നമുക്ക് സാധിച്ചു. മുമ്പ് പറഞ്ഞതുപോലെ ജയിച്ചു കഴിഞ്ഞ് പാർട്ടി മാറിയാൽ ഈ നിയമം ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഴിമതികൾക്ക് വലിയൊരു തോതിൽ നിയന്ത്രണം കൊണ്ടുവരുവാനും നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ സ്ഥിരതയില്ലാതെ ഗവൺമെൻറ് താഴെ വീഴുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ നടത്തുന്നതും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നു. ഡി. It gives for the first time a clear-cut constitutional recognition to the existence of political parties. ഈയൊരു നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ 10th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയതോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഭരണഘടനാപരമായ അംഗീകാരം ലഭിക്കുകയാണ് ഉണ്ടായത്. നേരത്തെയും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിലും അവ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു.
ഈ നിയമത്തിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു അംഗീകാരം തന്നെ ഇന്ത്യൻ ഭരണഘടന നൽകി. ഇത്രയുമാണ് ഈ നിയമം കൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഈ നിയമത്തിനെതിരെയുള്ള ചില ക്രിറ്റിസിസം കൂടെ നോക്കാം. ക്രിറ്റിസിസം 1. It does not make a differentiation between dissent and defection. It curbs the legislature's right to dissent and freedom of conscience. ഈ നിയമം ഭിന്നാഭിപ്രായം പറയുവാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു MLAക്ക് അല്ലെങ്കിൽ MP-ക്ക് ഒരു നിയമത്തെപ്പറ്റി ഒരു ഭിന്നാഭിപ്രായം ഉണ്ട് എന്നിരിക്കട്ടെ. പക്ഷേ അത് സഭയിൽ പ്രകടിപ്പിക്കുവാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനോ സാധിക്കില്ല. കാരണം ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം MLAമാർ അല്ലെങ്കിൽ MP-മാർ പാർട്ടി നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ അത് പ്രകടിപ്പിക്കുവാനുള്ള അവകാശം MLAമാർക്ക് അല്ലെങ്കിൽ MP-മാർക്ക് ലഭിക്കുന്നില്ല. 2. Its distinction between individual defection and group defection is irrational. വ്യക്തിഗതമായി ആൾക്കാർ കൂറുമാറുന്നതും ഗ്രൂപ്പായി ആൾക്കാർ കൂറുമാറുന്നതും തമ്മിൽ വേർതിരിക്കുന്നത് ശരിയല്ല. അതായത് വ്യക്തിഗതമായി ഒരാൾ കൂറുമാറിയാൽ അയാൾ അയോഗ്യനാക്കപ്പെടുകയും എന്നാൽ 3/2 ഭൂരിപക്ഷത്തോടുകൂടി ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുമായി ലയിച്ചാൽ അത് പ്രശ്നമല്ലാതാവുകയും ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് ഡിഫെക്ഷൻ്റെ കാര്യത്തിലുള്ള എക്സെപ്ഷൻ നമ്മൾ മുമ്പേ പരിചയപ്പെട്ടതാണ്. 3. It does not provide for the expulsion of a legislature from his party for his activities outside the legislature. ഈ നിയമം MLAമാർ അല്ലെങ്കിൽ MP-മാർ ലെജിസ്ലേച്ചറിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെപ്പറ്റി മാത്രമാണ് പറയുന്നത്. അതായത് സഭാ നടപടികളിൽ എപ്പോൾ പങ്കെടുക്കണം, ഓരോ ബില്ലുകൾ വരുമ്പോൾ എങ്ങനെ വോട്ട് ചെയ്യണം എന്നിവയെപ്പറ്റിയൊക്കെയാണ് പറയുന്നത്. ഇവയൊക്കെ പാർട്ടി നിർദ്ദേശങ്ങളെ മറികടന്ന് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കുവാൻ സാധിക്കും. എന്നാൽ ലെജിസ്ലേച്ചറിന് പുറത്ത് MLAമാരോ MP-മാരോ ചെയ്യുന്ന കാര്യങ്ങളെ ഈ നിയമം നിയന്ത്രിക്കുന്നില്ല. അതായത് അവർ ലെജിസ്ലേച്ചറിന് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അവരെ അയോഗ്യരാക്കുവാൻ സാധിക്കില്ല. 4. Its discrimination between an independent member and a nominated member is illogical. If the former joins a party, he is disqualified while the latter is allowed to do the same. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇൻഡിപെൻഡൻറ്റ് മെമ്പർ, നോമിനേറ്റഡ് മെമ്പർ എന്നീ 2 കാറ്റഗറിയിലും 2 രീതിയിലാണ് ഈ നിയമം അപ്ലൈ ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനും, നോമിനേറ്റഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിയിൽ കാണില്ല, എന്നാൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും പാർട്ടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരിക്കും. ഇങ്ങനെ വരുന്ന ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സിനും നോമിനേറ്റഡ് മെമ്പേഴ്സിനും 2 തരത്തിലുള്ള ഡിഫെക്ഷൻ ലോ വെച്ചത് ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് മെമ്പറിന് ജയിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും പാർട്ടിയിൽ ചേരുവാനുള്ള അവസരം ഇല്ല. എന്നാൽ നോമിനേറ്റഡ് മെമ്പറിന് ആദ്യത്തെ 6 മാസം അതിനുള്ള അവസരം നൽകിയിരിക്കുന്നു. ഈ വിവേചനം ശരിയല്ല. 5. Its vesting of decision-making authority in the presiding officer is criticized on 2 grounds. Firstly, he may not exercise this authority in an impartial and objective manner due to political exigencies. Secondly, he lacks the legal knowledge and experience to adjudicate upon the cases. ഈ കൂറുമാറ്റ നിരോധന നിയമത്തിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുവാനുള്ള അധികാരം പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ഹൗസിനാണ്. അതായത് നിയമസഭ എടുക്കുവാണെങ്കിൽ സ്പീക്കർ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ സ്പീക്കർ ഇമ്പാർഷ്യലായി ഒരു തീരുമാനം എടുക്കണം എന്നില്ല. നമുക്കറിയാം, സ്പീക്കർമാർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിഷ്പക്ഷത അവരിൽ കാണണം എന്ന് ഇല്ല. രണ്ടാമതായി, ഇത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള നിയമപരിജ്ഞാനവും അനുഭവ സമ്പത്തും അവർക്ക് ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഉള്ള സ്പീക്കർമാരുടെ ഡിസിഷൻസ് എപ്പോഴും വിവാദമാകാറുണ്ട്. അതും ഒരു പോരായ്മയാണ്. ഇത്രയൊക്കെയാണ് കൂറുമാറ്റ നിരോധന നിയമത്തിനു മേൽ ഉള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. ഇനി നമുക്ക് ഈ നിയമത്തിന് 2003 കൊണ്ടുവന്ന ഒരു ഭേദഗതിയുണ്ട്, അത് എന്താണെന്ന് പരിശോധിക്കാം.
91st Amendment Act 2003. The 91st Amendment Act of 2003 has made the following provisions to limit the size of Council of Ministers, to debar defectors from holding public offices, and to strengthen the anti-defection law. 1985 കൊണ്ടുവന്ന ഈ നിയമത്തിന് 2003 91 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. പ്രധാനമായും മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ വേണം, അയോഗ്യരായവരെ മറ്റു പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്യുന്നത് തടയുക, അതോടൊപ്പം കൂറുമാറ്റ നിയമം കൂടുതൽ ശക്തമാക്കുക എന്നീ ഉദ്ദേശങ്ങളോട് കൂടിയാണ് 91 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. 1. The total number of ministers, including the Prime Minister, in the Central Council of Ministers shall not exceed 15% of the total strength of the Lok Sabha. Article 75. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാരിൽ മാക്സിമം എത്ര പേർക്ക് മന്ത്രിയാകാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 15% കൂടുതൽ പേരെ മന്ത്രിമാരായി നിയമിക്കുവാൻ സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 15% കൂടുവാൻ പാടില്ല. മന്ത്രിസഭയ്ക്ക് ഒരു അപ്പർ ലിമിറ്റ് വെക്കുകയാണ് ഇവിടെ ചെയ്തത്. ആർട്ടിക്കിൾ 75 ഇതിനെപ്പറ്റി പറയുന്നത്. 2. A member of either House of Parliament belonging to any political party who is disqualified on the ground of defection shall also be disqualified to be appointed as a minister. Article 75. പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും, അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും വ്യക്തി ഈ നിയമം പ്രകാരം അയോഗ്യനാക്കപ്പെട്ടാൽ അയാൾക്ക് മന്ത്രിയാകുവാനും സാധിക്കില്ല. അതായത് ലെജിസ്ലേച്ചറിൽ നിന്നുള്ള അയോഗ്യത എന്ന് പറയുന്നത് മന്ത്രിയാക്കുവാനുള്ള അയോഗ്യത കൂടിയാണ്. ഇങ്ങനെയൊരു ക്ലോസ് എന്തിനാണ് വെച്ചത് എന്ന് പറഞ്ഞാൽ, പാർലമെൻറ്റിൽ അംഗമാകാതെ തന്നെ 6 മാസം വരെ ഒരു വ്യക്തിക്ക് മന്ത്രിയാകുവാൻ സാധിക്കും. എന്നാൽ ഇനി മുതൽ അയോഗ്യനാക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇങ്ങനെ സാധിക്കില്ല. ആർട്ടിക്കിൾ 75 ഇതും പറയുന്നത്. 3. The total number of ministers, including the chief minister, in the council of ministers in a state shall not exceed 15% of the total strength of the legislative assembly of that state, but the number of ministers, including the chief minister, in a state shall not be less than 12. Article 164. മുമ്പ് നമ്മൾ പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞ അതേ നിയമം സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ബാധകമാണ്. അതായത് ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ മന്ത്രിസഭാംഗങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തെ നിയമസഭയുടെ ആകെ സ്ട്രെങ്തിൻ്റെ 15% കൂടുവാൻ സാധിക്കില്ല. സംസ്ഥാനങ്ങൾക്കും മാക്സിമം അത്രയും പേരെ വെച്ച് മന്ത്രിസഭ രൂപീകരിക്കുവാൻ സാധിക്കൂ. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ ഉള്ള മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും 12 താഴുവാൻ പാടില്ല. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഒരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട്. ഇങ്ങനെയൊരു ലോവർ ലിമിറ്റ് വെക്കുവാനുള്ള കാരണം, നമ്മളുടെ നോർത്ത് ഈസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ സ്ട്രെങ്ത് ഉള്ള നിയമസഭകളുണ്ട്. അപ്പോൾ അവയുടെ 15% എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഈയൊരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് മിനിമം 12 അംഗ മന്ത്രിസഭ വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 164 ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 4. A member of either house of a state legislature belonging to any political party who is disqualified on the ground of defection shall also be disqualified to be appointed as a minister. Article 164. മുമ്പ് നമ്മൾ പാർലമെൻറ്റിൻ്റെ കേസിൽ കണ്ടതുപോലെ തന്നെ നിയമസഭയിൽ നിന്ന് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മന്ത്രിയാകുവാനും സാധിക്കില്ല. ആ അയോഗ്യത എത്ര നാൾ നിലനിൽക്കുന്നുവോ അത്രയും കാലം ഇത് ബാധകമായിരിക്കും. 5. A member of either House of Parliament or either House of a state legislature belonging to any political party who is disqualified on the ground of defection shall also be disqualified to hold any remunerative political post. പാർലമെൻറ്റിൻ്റെ സഭകളിൽ നിന്ന്
അല്ലെങ്കിൽ നിയമസഭകളിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ട ഒരു വ്യക്തിയെ രാഷ്ട്രീയ നിയമനങ്ങൾ വഴി മറ്റ് പോസ്റ്റുകളിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നതും സാധ്യമല്ല. അതായത് അയോഗ്യനാകപ്പെട്ടാൽ അദ്ദേഹത്തെ പിടിച്ച് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളിലോ ഒക്കെ അപ്പോയിന്റ് ചെയ്യുവാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങളും സാധ്യമല്ല. 6. The provision of the 10th Schedule Anti-Defection Law pertaining to exemption from disqualification in case of split by 1/3 members of legislature party has been deleted. It means that the defectors have no more protection on grounds of splits. രണ്ട് പാർട്ടികൾ തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തന്നെ ഒരു പാർട്ടി രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും മറ്റൊരു എക്സെപ്ഷൻ നേരത്തെ ഉണ്ടായിരുന്നു. ഒരു പാർട്ടിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 1/3 MLA-മാർ അല്ലെങ്കിൽ MP-മാർ പാർട്ടിയിൽ നിന്ന് വേർപെട്ടു പോയാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമായിരുന്നില്ല. അതായത് 1/3 സാമാജികരുമായി ഒരു പാർട്ടി സ്പ്ലിറ്റ് ആകുകയാണെങ്കിൽ ഈ നിയമം ബാധകമല്ലായിരുന്നു നേരത്തെ. ഈ ഒരു വ്യവസ്ഥ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും പിന്നീട് 2003 91st അമെൻമെൻറ്റിലൂടെ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് നിലവിൽ സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. അങ്ങനെ ചെയ്താൽ അവർ അയോഗ്യരാകും. മെർജിംഗ് എന്നൊരു ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഇത്രയുമാണ് 2003 നിലവിൽ വന്ന 91ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമ്മൾ 2 വീഡിയോയിലൂടെ ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോകൾ ഇഷ്ടമാകുന്നു എങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് പാർട്ടും പ്ലേലിസ്റ്റും കൊടുത്തിരിക്കുന്നു. നന്ദി.